ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെട്ടികുളങ്ങരയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഞാൻ ഇവിടുത്തെ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ മോക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ വേണ്ടാന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല. അവൾക്ക് അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും മതി. അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറയാനൊക്കത്തില്ല. അവരെ അപ്പ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതായത് അച്ഛനും അമ്മയെന്നും തന്നെ വിളിക്കാറ്. അപ്പോൾ അവരുമായിട്ട് അങ്ങനെ സെറ്റാണ്. ഞാൻ രാവിലെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നാലേ അങ്ങനെയാണ്. എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രം മതി. 2 ഗ്ലാസ് ചായയായിട്ട് ഞാനിത് ഉമ്മറക്കാലയിലോട്ട് വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് എനിക്ക്, 1 ഗ്ലാസ് ജയമോനുമായിരുന്നു. അങ്ങനെ ജയമോൻ ഉറക്കം എഴുന്നേറ്റ് മുരിനൂത്ത് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ്. അങ്ങനെ മോള് ചെക്ക് ചെന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അവളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയാണെങ്കിൽ ഇതാ ജോലിക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്, കട തുറക്കാനായിട്ട് പോകാനാണ്. ഇന്നെല്ലാത്തിനും ട്രോള് പോകാൻ എന്തോ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ വട്ടി പിടിച്ച് നടക്കുന്നു. അച്ഛനെ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇതെന്താപ്പാ ഇങ്ങനൊരു കോലമെന്ന്. രാവിലെ കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ അച്ഛനുണ്ട്. അപ്പം രാവിലെ ഓട്ടോ എടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരഭക്തിയായിട്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങളുടെ അച്ഛൻ ജോലിക്ക് പോകാറുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുളിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഇപ്പാണ്. ഞാൻ എല്ലാവരെയും പിടിച്ച് വീഡിയോ ഇടുന്നുണ്ട്. അമ്മ എങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന അമ്മയും പിടിച്ച് ഞാൻ ട്രോള് വിടുന്നുണ്ട്. അങ്ങനെ അത് ഓടി പിടിച്ചുകൊണ്ട് വന്ന് എടുത്തപ്പോഴത്തേനും അച്ഛൻ്റെ പെടലിക്കിട്ടൊരു കുത്തു കൊടുത്തേച്ച് അവളെ ഇറങ്ങി വീണ്ടും ഒറ്റയോട്ടെ. എത്ര ഓടിച്ചിട്ട് പിടിച്ചാലും വരാലും ഞൂന്ന് പോകുന്ന പോലെ പോകാൻ എൻ്റെ മുഖം നന്നായിട്ടറിയാം. എൻ്റെ ബ്രഷ് എടുത്തുകൊണ്ട് പോയി പല്ല് തേക്കാൻ ഓടിയപ്പോൾ അവിടെ പുറകെ ഓടിയതാണ് ഞാൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലും എൻ്റെ ബ്രഷ് ഇട്ട് പല്ല് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളെ കളിയാക്കിയിട്ട് വന്നതിന് അവൾ പിണങ്ങി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് പല്ലൊക്കെ തേച്ച് നല്ല ആസ്വദിച്ച് സൺഡേ ആകുമ്പോൾ നമ്മളിങ്ങനെ പല്ലൊക്കെ തേച്ച് ഇങ്ങനെ മുറ്റത്തൊക്കെ നടക്കും. എനിക്ക് ചെട്ടികുളങ്ങരയിൽ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസമാണ്. രാവിലെ നല്ല തണുപ്പും നല്ല ഇളം വെയിലും തണുപ്പും ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാൻ താഴെപ്പണല്ലേ മൊത്തം വയറ്റിനകത്തിലാന്ന് വിചാരിക്കും. ഞാനിവിടെ പച്ചമുളകും കൂട്ടി ഒരു അടി അടിക്കുകയാണ്. വീട്ടിൽ എത്ര തന്നെ പലഹാരങ്ങളും കാപ്പികളും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അച്ഛന് പഴങ്കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഒരുപാട് ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ഇഡ്ഡലിക്കകത്തിലും സാമ്പാറിനകത്തിലൊന്നും അച്ഛന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പഴങ്കഞ്ഞി തന്നെ വേണം. അപ്പോൾ അത് ശീലമായതുകൊണ്ട് എന്നും രാവിലെ പഴങ്കഞ്ഞിയാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. മോക്കും ഇഡ്ഡലിയും സാമ്പാറും എടുത്തു. പിന്നെ അച്ഛനാണെങ്കിൽ അമ്മയെ കടയിൽ കൊണ്ടുവിടാൻ പോവാണ്. അപ്പോൾ അവൾ കൂടെ പോകുന്നത് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ അവളെയും പൊക്കിയെടുത്ത് വണ്ടിയിൽ വെച്ചുകൊണ്ട് പോയി. അപ്പോൾ അച്ഛൻ ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ അവളെയും കുടിഞ്ഞ് കൊണ്ടുവരും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്മയുടെ കട, ഒരു 5 മിനിറ്റ് ദൂരത്തേക്ക്. പിന്നെ ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റുമോ, ഒരു മുട വരത്തില്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിന്നെ വന്ന് ഈ ഉണ്ടാക്കി വെച്ച ആഹാരങ്ങളെല്ലാം ഇന്ന് കഴിക്കാൻ എന്തോ സാമ്പാറുണ്ടായിരുന്നു, ചീരത്തോരൻ ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ അച്ഛന് മോര് കാച്ചത് വേണം, അല്ല പച്ചമോരായിരുന്നു കേട്ടോ, പച്ചമോരായിരുന്നു. അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഒതുക്കി ഒരു സൈഡിലോട്ട് വെച്ചിട്ട് പിന്നെ എപ്പോഴത്തേക്കും എൻ്റെ ശീലം പോലെ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക. അതെനിക്കൊരു ശീലമാണല്ലോ. അതിപ്പോൾ എവിടെയാണെങ്കിലും ഞാൻ നിൽക്കുന്നിടം ഞാൻ സ്വർഗ്ഗമാക്കും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഞാൻ നിൽക്കുന്നിടം എനിക്ക് എപ്പോഴും നീറ്റാക്കി ഇടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ട്രോളി വിടല്ലേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു ഉദ്ദേശിച്ചില്ല. അറിയാതെ വായിന്ന് വീണു. ഇനി ഇത് കളയാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതന്നെ വീണ്ടും ഇടുന്നു. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് ഗ്യാസും എല്ലാം വൃത്തിയാക്കി അവിടെ എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഞങ്ങൾ കാപ്പി കഴിച്ച പാത്രം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചായ കുടിച്ച ഗ്ലാസും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി തേച്ച് വൃത്തിയാക്കി അവിടെ ആ പാത്രത്തിനകത്തിലോട്ട് കമത്തി വെച്ചിട്ട് വെള്ളം തോന്നു കഴിയുമ്പോൾ എല്ലാം കൊണ്ടുവന്ന് കമത്തും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇവിടെ കുറച്ച് തൂത്ത് വരാനും അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അടിച്ചു. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ലെന്ന് വെച്ചാൽ വീഡിയോയ്ക്കൊക്കെ ഒരു മിനിമം ഇല്ലയോ, അതിൻ്റെ അപ്പുറം കടന്നു പോകാനൊക്കെ അതുകൊണ്ട് മാക്സിമം മാത്രം കാണിച്ചു. അങ്ങനെ ഇവിടെ എല്ലാം ഒതുക്കിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ തൂക്കാനുണ്ടായിരുന്നു. അപ്പുറം എല്ലാം തൂത്തു. പിന്നെ അടുക്കളയും തൂത്തു. അടുക്കള തൂത്താൽ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അപ്പുറമൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നത്. അങ്ങനെ ഇവിടെ എല്ലാം തൂത്ത് ഈ ചവിട്ടി അവിടെ ഇട്ട്, ഈ ചവിട്ടി വെള്ളം തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയാണ് ഈ ചവിട്ടി 2 അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ കാലും നോക്കത്തില്ല ടൈലിലും. അങ്ങനെ തൂത്ത് വൃത്തിയാക്കി ഇവിടെ എല്ലാം തുടച്ചിട്ടേച്ച്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വീഡിയോ. ഇനി ബാക്കി വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.